പ്രത്യേക വാർത്തകൾ ആരംഭിക്കുന്നു. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 46-ാം ദിവസത്തിലേക്ക്. സമരത്തിന്റെ ഭാഗമായി ആശാപ്രവർത്തകർ നടത്തുന്ന നിരാഹാര സമരം 8-ാം ദിവസത്തിലേക്കും കടക്കുകയാണ്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച നിരവധി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത്. ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള സ്ക്രീം വർക്കർമാരെ തൊഴിലാളികളെ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് ഇന്ന് CITU മാർച്ച്. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ബാധിതർക്കായി നിർമ്മിക്കുന്ന സർക്കാർ ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ ഇന്ന് നടക്കും. കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിക്കുക. 64 ഹെക്ടറിലാണ് ടൗൺഷിപ്പ് ഒരുങ്ങുന്നത്. വിവാദ പരാമർശവുമായി KT ജലീൽ MLA-യുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സ്വകാര്യ സർവകലാശാല ബില്ലിലെ സഭാ ചർച്ചയിലെ ദൈർഘ്യം നീണ്ടുപോയത് ക്രിമിനൽ കുറ്റമായി ആർക്കെങ്കിലും തോന്നിയെങ്കിൽ സഹതപിക്കുക മാത്രമേ നിർവാഹമുള്ളൂ എന്നാണ് ജലീലിന്റെ പോസ്റ്റ്. ചോദ്യപേപ്പറിലെ അക്ഷരത്തെറ്റ് റിപ്പോർട്ടിൽ നടപടിയുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. അധ്യാപകർക്കെതിരായ പോക്സോ കേസിൽ ആർക്കും സംരക്ഷണം ഉണ്ടാകില്ലെന്നും 72 കേസുകൾ DGPയുടെ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ശക്തമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലപ്പുറം വളാഞ്ചേരിയിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ 10 പേർക്ക് HIV സ്ഥിരീകരിച്ചു. ലഹരിമരുന്ന് കുത്തിവയ്ക്കാനായി ഉപയോഗിച്ച സിറിഞ്ചുകളിലൂടെയാണ് ഇവർക്ക് HIV പകർന്നതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. വളാഞ്ചേരി ടൗണിനോട് ചേർന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഉപയോഗിച്ച സിറിഞ്ചുകൾ കണ്ടെത്തിയത്. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിലുണ്ടായ തീപിടുത്തത്തിൽ സ്റ്റോർ മുറിയിൽ നോട്ടുകെട്ട് കണ്ടെത്തിയതിനെ തുടർന്ന് ജഡ്ജി യശ്വന്ത് വർമ്മയെ ഇന്ന് കോടതിയിൽ വിളിച്ചു വരുത്തി മൊഴിയെടുക്കും. നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സ്റ്റോർ മുറി പൂട്ടി പോലീസ്. ജഡ്ജി യശ്വന്ത് ശർമ്മയെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധം തുടർന്ന് ബാർ അസോസിയേഷൻ. ഗാസയിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ട ഇസ്രായേൽ ഗാസയിലെ സെയ്ത്തൂൺ, ടെൽ അൽ ഹവ എന്നിവിടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് നിർദ്ദേശം. ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചതിനു ശേഷം 1.42 ലക്ഷം പലസ്തീനികളെ ഒഴിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 38 പേർ. തൃശൂർ വെള്ളിക്കുളങ്ങര അമ്പനോളിയിൽ വീട്ടുമുറ്റത്തെത്തിയ കാട്ടാന കൃഷി നശിപ്പിച്ചു. ഓട്ടോക്കാരൻ ഗോവിന്ദന്റെ മുറ്റത്തെ വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. തിരുവനന്തപുരത്ത് KSRTC ബസ്സിൽ പാമ്പിനെ കൊണ്ടുവന്നതിന് 2 ജീവനക്കാർക്ക് സസ്പെൻഷൻ. ഡ്രൈവർ ജീവൻ ജോൺസൺ, കണ്ടക്ടർ CP ബാബു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ബംഗളൂരുവിൽ നിന്ന് വരികയായിരുന്ന ബസ് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ KSRTC വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പാഴ്സലിനുള്ളിൽ നിന്ന് വിഷമില്ലാത്ത ചെറിയ ഇനം പാമ്പിനെ കണ്ടെത്തിയത്. മലപ്പുറം താനൂരിൽ ലഹരിക്ക് അടിമയായ യുവാവ് മാതാപിതാക്കളെ ആക്രമിക്കാൻ ശ്രമിച്ചു. ലഹരി വാങ്ങാൻ പണം ആവശ്യപ്പെട്ടായിരുന്നു ആക്രമണം. സംഭവത്തിൽ പ്രതി താനൂർ പോലീസിന്റെ പിടിയിൽ. മലപ്പുറം പൊന്നാനിയിൽ വഴിയോര കച്ചവടക്കാരന് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം. സംഭവത്തിൽ 17കാരനടക്കം 3 പേർ പൊന്നാനി പോലീസിന്റെ പിടിയിലായി. പൊന്നാനി സ്വദേശി നവനീത്, കുണ്ടുകട സ്വദേശി അൻസാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൂട്ടുപ്രതിയായ പ്രായപൂർത്തിയാകാത്ത 17കാരനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കി. കൊല്ലത്ത് കുഞ്ഞ് ജനിച്ചതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി ലഹരി പാർട്ടി നടത്തിയ സംഘം എക്സൈസിന്റെ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശികളായ വിപിൻ, കിരൺ, വിവേക്, ടെർബിൻ എന്നിവരാണ് പിടിയിലായത്. MDMA ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതിനുള്ള സിറിഞ്ചുകളും സിപ്ലോ കവറുകളും MDMA തൂക്കുന്നതിനുള്ള ഡിജിറ്റൽ ത്രാസ് എന്നിവയും പ്രതികളിൽ നിന്നും കണ്ടെടുത്തു. കിരണിന് കുഞ്ഞ് ജനിച്ചതിന്റെ ഭാഗമായി കൂട്ടുകാരോടൊപ്പം ലഹരി പാർട്ടി നടത്തുന്നതിനിടയിലാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നവുമായി ഇതര സംസ്ഥാന സ്വദേശി അറസ്റ്റിലായത് ഉത്തർപ്രദേശ് സ്വദേശി ദിനേശ് സോംകർ. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദ്, ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തൃശൂർ ചാലക്കുടിയിൽ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നവുമായി 2 പേർ അറസ്റ്റിൽ. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ തിരച്ചിലിലാണ് വെട്ടുകടവ് സ്വദേശി ബഷീർ, പനമ്പിള്ളി സ്വദേശി ജോയൽ എന്നിവർ ചാലക്കുടി പോലീസിന്റെ പിടിയിലായത്. തിരുവനന്തപുരം ആര്യനാട് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി ആര്യനാട് എക്സൈസ് നടത്തിയ പരിശോധനയിൽ 20 ഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിൽ.
മുതുപുരം സ്വദേശി സുജിത്താണ് പിടിയിലായത്. എക്സൈസ് ഇൻസ്പെക്ടർ കുമാർ എസും സംഘവും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. എറണാകുളം പെരുമ്പാവൂരിൽ 800 ഗ്രാം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി സലീം മണ്ഡലാണ് പിടിയിലായത്. 9 കിലോ കഞ്ചാവ് പിടികൂടിയതിന്റെ തുടരന്വേഷണത്തിലാണ് അയാളെ കസ്റ്റഡിയിലെടുത്തത്. കൊച്ചിയിൽ MDMAയും കഞ്ചാവുമായി യുവാവ് പിടിയിൽ. 70 മില്ലിഗ്രാം MDMAയും 40 ഗ്രാം കഞ്ചാവുമായാണ് പ്രതി പിടിയിലായത്. കടുങ്ങല്ലൂർ സ്വദേശി വിവേകാണ് ആലുവ പോലീസിന്റെ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പാലക്കാട് ആറങ്ങോട്ടുകരയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. മലപ്പുറം അരപ്പംകുഴിയിൽ സെയ്താലിയാണ് അറസ്റ്റിലായത്. പള്ളിയിലെത്തിയ ആൺകുട്ടിയെ പീഡിപ്പിച്ചെന്നാണ് പരാതി. പോക്സോ കേസ് ചുമത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഓൺലൈൻ ഗെയിം തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട പ്രധാന പ്രതി പിടിയിൽ. ആന്ധ്രാപ്രദേശ് സ്വദേശി സത്യരാജ് വെടുകുറയാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 41 ഫോണുകളും 2 ലാപ്ടോപ്പുകളും 4 എക്സ്റ്റൻഷൻ വയറും 7 മൊബൈൽ ചാർജറുകളും പിടിച്ചെടുത്തു. ചൊവ്വാഴ്ച ബാംഗ്ലൂർ കണ്ണൂർ എക്സ്പ്രസിൽ വെച്ചാണ് പ്രതി പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മലപ്പുറം തിരുവാലിയിൽ നായാട്ട് കേസിൽ കാപ്പ പ്രതി അറസ്റ്റിൽ. തിരുവാലി സ്വദേശി ബിനോയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത്. ഇയാൾക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു. ബിനോയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മലപ്പുറം വണ്ടൂരിൽ നോമ്പുതുറയുടെ ഭാഗമായി കപ്പ തുറവി നടന്നു. കപ്പയും പോത്തിറച്ചിയും ചേർത്തുള്ള വിഭവമാണ് നോമ്പുതുറയുടെ പ്രത്യേകത. 3000-ലധികം ആളുകളാണ് വിരുന്നിൽ പങ്കെടുത്തത്. എറണാകുളത്തെ കൊലക്കേസ് പ്രതിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. പാറക്കടവ് സ്വദേശി റിജോയെയാണ് കാപ്പ ചുമത്തി വിയ്യൂർ സെൻട്രൽ ജയിലിൽ അടച്ചത്. റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ NSK ഉമേഷാണ് ഉത്തരവിട്ടത്. അങ്കമാലി, ചെങ്ങമനാട്, മാള പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കൊലപാതക ശ്രമം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. തൃശൂരിൽ അനധികൃത ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യ കുപ്പികളുമായി യുവാവ് പിടിയിൽ. ചെങ്ങാലൂർ സ്വദേശി ജയപ്രകാശാണ് പിടിയിലായത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടി DYSP സുമേഷ് കെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് യുവാവിനെ പിടികൂടിയത്. തിരുവനന്തപുരത്ത് DYFI നേതാവിന് കുത്തേറ്റു. കുമാരപുരം യൂണിറ്റിലെ പ്രവീണിനാണ് കുത്തേറ്റത്. മദ്യപാന സംഘത്തെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ആക്രമണം. സംഭവത്തിൽ ഒരാൾ കൂടി കസ്റ്റഡിയിൽ. പാലക്കാട് മുണ്ടൂരിൽ യുവാവിനെ തലയ്ക്കടിച്ചു കൊന്നു. മുണ്ടൂർ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. അയൽവാസിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി അയൽവാസിയായ വിനോദും മണികണ്ഠനും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. തൃശൂർ പുതുക്കാട് യുവാവിനെ കമ്പിവടി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. കല്ലൂർ മാവിൻചുവട് സ്വദേശി ജിതിൻ ലാലിനെയാണ് അറസ്റ്റ് ചെയ്തത്. കല്ലൂർ പ്ലാവിൻകുന്ന് സ്വദേശി ജിത്തുവിനെ ആക്രമിച്ച കേസിലാണ് നടപടി. പണം കടം കൊടുത്തതുമായുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവാവിനെ മുളവടി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂരിൽ ആൾരൂപ കച്ചവടം നടത്താനെത്തിയ ഇടുക്കി വട്ടോളി സ്വദേശി സഞ്ജുവിനെയാണ് ആക്രമിച്ചത്. സംഭവത്തിൽ കുഞ്ഞൈനി സ്വദേശി അഷ്റഫാണ് അറസ്റ്റിലായത്. ബോളിവുഡ് താരം ഐശ്വര്യ റായിയുടെ കാറിൽ ബസ്സിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടം നടന്ന സമയത്ത് കാറിൽ ഐശ്വര്യ റായ് ഉണ്ടായിരുന്നു എന്ന കാര്യവും വ്യക്തമല്ല. മുംബൈയിലെ ജുഹു സബർബിൽ വെച്ചായിരുന്നു അപകടം. എറണാകുളം വടക്കൻ പറവൂർ കെടാമംഗലത്ത് തീപിടുത്തം. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള തടിമില്ലിലാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ തടികൾ ഭാഗികമായി കത്തിനശിച്ചു. അപകട സമയത്ത് മില്ലിൽ ആരും ഉണ്ടാകാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി. പരിസരവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിനിടെ യുവാവിന് വെടിയേറ്റ സംഭവത്തിൽ 3 പേർ കൂടി പിടിയിൽ. താലപ്പൊലിപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഷഹീൻ, കൊടശ്ശേരി സ്വദേശികളായ സൈദലവി, ഉമ്മർ കൈഫ് എന്നിവരാണ് പിടിയിലായത്. ഇതോടെ സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10ആയി. സംഭവവുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതി റഫീഖ് എന്ന മുന്തിരി റഫീഖ് ഇപ്പോഴും ഒളിവിലാണ്. സംഘർഷത്തിൽ വെടിയേറ്റ ലുക്മാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മലപ്പുറം
മലപ്പുറം കുറ്റിപ്പുറത്ത് ജ്വല്ലറിയിൽ സ്വർണം ചൂടാക്കുന്നതിനിടെ ഗ്യാസ് ലൈറ്ററിന് തീപിടിച്ചു. തീപിടിച്ച ലൈറ്ററുമായി ജീവനക്കാരൻ പുറത്തേക്ക് ഓടിയതിനാൽ അപകടം ഒഴിവായി. പഴയ സ്വർണത്തിന്റെ മാറ്റ് പരിശോധിക്കുന്നതിന് ആഭരണത്തിലെ ചൊളി കളയുന്നതിനും സ്വർണം ചൂടാക്കുമ്പോഴായിരുന്നു അപകടം. എറണാകുളത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. വടക്കൻ പറവൂർ സ്വദേശി മാനവാണ് മരിച്ചത്. പുത്തൻവേലിക്കരയിലെ ഇളന്തിക്കര കോഴിത്തുരുത്ത് മണൽ ബണ്ടിന് സമീപമായിരുന്നു അപകടം നടന്നത്. പുഴയിലിറങ്ങിയ മാനവിനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും മുങ്ങിപ്പോവുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി മാനവിനെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് മാനവ്. തിരുവനന്തപുരം പൂവാറിൽ വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. SSLC അവസാന പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമാണ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൂവാർ കഞ്ഞാമ്പഴങ്ങി ജോസ് രാജ് ബീന ദമ്പതികളുടെ വളർത്തുപുത്രി അശ്വതിയാണ് മരിച്ചത്. കലാഭവൻ മണിയുടെ മൂത്ത സഹോദരി അമ്മിണി അന്തരിച്ചു. ഉദരസംബന്ധമായ അസുഖത്താൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം ഇന്ന് 3-ന് ഇരിങ്ങാലക്കുട ക്രിമറ്റോറിയത്തിൽ നടക്കും. തൃശൂർ വടക്കാഞ്ചേരി മേഖലയിൽ നിന്നും ബൈക്ക് മോഷണം പോയി. കുമ്പളങ്ങാട് സ്വദേശി ശരത്തിന്റെ ബൈക്കാണ് മോഷണം പോയത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്കിൽ നിന്ന് താക്കോൽ എടുത്തിരുന്നില്ല. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ബൈക്ക് നഷ്ടപ്പെട്ടത്. തൃശൂർ അതിരപ്പള്ളി ആനമല റോഡിൽ അതിരപ്പള്ളി ടിക്കറ്റ് കൗണ്ടറിന് സമീപം മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു. ടിക്കറ്റ് കൗണ്ടറിന്റെ മുൻവശത്തെ മരം ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഒടിഞ്ഞു വീഴുകയായിരുന്നു. ഇതോടെ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞ റോഡിൽ വീണു. തൃശൂർ ഏറിയാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി ധർണ നടത്തി. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നും അംഗൻവാടി വർക്കർമാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ധർണ നടത്തിയത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PA മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോലഴിയിൽ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TP ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചേളന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. ചേളന്നൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് DCC വൈസ് പ്രസിഡന്റ് നൌഷീർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. തൃശൂർ വടക്കാഞ്ചേരിയിൽ മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അംഗനവാടി ജീവനക്കാരുടെ വേതന വർധനവ് ഉൾപ്പെടെയുള്ളവ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. യോഗം DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പട്ടഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ധർണ നടത്തി. പട്ടഞ്ചേരി വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകളുടെ മുൻപിലാണ് ധർണ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് അധ്യക്ഷൻ PS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് S പ്രദീപ് അധ്യക്ഷനായി. കേന്ദ്ര സർക്കാർ പദ്ധതിയായ കടൽ മണൽ ഖനനത്തിനെതിരെ കേരള മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് M-ന്റെ നേതൃത്വത്തിൽ മാർച്ച് 28-ന് ഡൽഹിയിൽ ധർണ സംഘടിപ്പിക്കും. തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ മരണ വാറണ്ടായ കടൽ മണൽ ഖനന പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് ധർണ. കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് K മാണി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ പവർലൂം വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പ് കെട്ടിടം കാട് കയറി നശിക്കുന്നതായി പരാതി. നിരവധി തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനം നഷ്ടത്തെ തുടർന്ന് പൂട്ടുകയായിരുന്നു. ഈ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിളവെടുപ്പ് സീസണിൽ തൊഴിലാളി ക്ഷാമത്താൽ നട്ടം തിരിങ്ങിയ ഇടുക്കി ഹൈറേഞ്ചിലെ കർഷകർ. ഏലത്തോട്ടങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികൾ എത്തുന്നതിനാൽ പ്രതിസന്ധി രൂക്ഷമല്ലെങ്കിലും കുരുമുളകും കാപ്പിയും വിളവെടുക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയാണ്. കൊല്ലം മയ്യനാട് C കേശവൻ മെമ്മോറിയൽ കുടുംബാരോഗ്യ കേന്ദ്രം തകർച്ചയുടെ വക്കിൽ. ആശുപത്രി കെട്ടിടത്തിലേക്ക് കാട്ടുചെടികളുടെ വള്ളികൾ പടർന്ന കെട്ടിടം നാശത്തിന്റെ വക്കിലാണ്. തകർന്ന കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച നാട്ടുകാർ.
കൊച്ചിയിലെ നേവൽ ബേസിൽ പുതിയ നോർത്ത് ജെട്ടിയുടെ ഉദ്ഘാടനം നടന്നു. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഉദ്ഘാടനം നിർവഹിച്ചു. 300 മീറ്റർ നീളവും 18 മീറ്റർ വീതിയുമുള്ള ഈ ജെട്ടി വിവിധതരം നാവിക കപ്പലുകൾക്ക് നങ്കൂരമിടാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ദക്ഷിണ നാവിക കമാൻഡിലെ കപ്പലുകൾക്കും സഹായ കപ്പലുകൾക്കുമുള്ള ബർത്തിങ്ങിന്റെയും പിന്തുണ സേവനങ്ങളുടെയും വർദ്ധിച്ച ആവശ്യകതകൾ നിറവേറ്റുന്നതാണ് പുതിയ ജെട്ടി. കേരളത്തെയും തമിഴ്നാടിനെയും അതിവേഗം ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരം 8 തേവാരം റോഡിന് വേണ്ടി കൈകോർത്ത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾ. തമിഴ്നാടിന്റെ ഭാഗമായ 3 കിലോമീറ്ററോളം റോഡ് ഗതാഗത യോഗ്യമാക്കിയാൽ പാത പുനരുജ്ജീവിപ്പിക്കാനാകും. IT ലോകത്ത് അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ കൈവരിച്ച 10 വയസ്സുകാരൻ. മലപ്പുറം നിലമ്പൂർ സ്വദേശി ആദിത്യനാണ് 3D ഗെയിമും 2D ഗെയിമും നിർമ്മിച്ചത്. 3D ഗെയിം നിർമ്മിക്കാൻ 2 ദിവസവും 2D ഗെയിമിന് 1/2 ദിവസവുമാണ് ആദിത്യനെടുത്തത്. ഇടുക്കി തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് LP സ്കൂളിന് പഞ്ചായത്തിന്റെ സമ്മാനമായി ഗ്യാലറി കൂടി ഒരുങ്ങുന്നു. 15 ലക്ഷം രൂപ ചെലവിലാണ് ഗ്യാലറി നിർമ്മിക്കുന്നത്. ഇതിനോടൊപ്പം രാത്രി മത്സരങ്ങൾ നടത്തുന്നതിനായുള്ള വെളിച്ച സംവിധാനവും ഏർപ്പെടുത്തും. വികസന പ്രവർത്തനങ്ങളിൽ വൈവിധ്യം വെച്ച് പുലർത്തുന്ന പാർട്ടിയാണ് CPIM എന്ന് BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറഞ്ഞുകൊണ്ടാണ് CPM-കാർ നടത്തുന്നതെന്നും വികസന വിരോധികളാണ് അവരെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ഓരോ വീടിന്റെയും കഥകൾ വ്യത്യസ്തമാണ്, പക്ഷേ സന്തോഷം അത് ഓരോ വീട്ടിലും ഒരുപോലാണല്ലോ. ഒരു വീടിന്റെ സന്തോഷത്തിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ നല്ലൊരു തണുത്ത അന്തരീക്ഷം എല്ലായിടത്തും സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നു. അതാണ് ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നത്. മികച്ച തണുപ്പ് കുറഞ്ഞ ചെലവിൽ, അതും ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ചില്ലാക്സ് ഓഫറിലൂടെ. നന്ദിലത് ജി മാർട്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനായി. അതിവേഗ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് Dhanalakshmi Hire Purchase and Leasing Limited. Kavita Gold and Diamonds. Choose your special. Kairali Agriculture Multi-State Cooperative Society Limited. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. My G Future. Experience the next. Southern Multi-State Cooperative Credits and Multi-Purpose Society Limited. HUID 916 വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. മിൽമ ഐസ്ക്രീം, ഫ്രണ്ട്സിന്റെ അത്രയും ഫ്ലേവേഴ്സ്. അതിവേഗ വാർത്തകൾ തുടരുന്നു. എമ്പുരാനെ ഏറ്റെടുത്ത ആരാധകർ. ആദ്യ ഷോ പൂർത്തിയായ ശേഷം പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് മികച്ച പ്രതികരണങ്ങൾ. താരങ്ങളും തങ്ങളുടെ അഭിനയത്തിൽ നിലവാരം പുലർത്തിയെന്നും പ്രേക്ഷകർ. മലയാള സിനിമ പ്രേക്ഷകർക്ക് ആവേശമായി. മമ്മൂട്ടി ചിത്രം ബസൂക്കയുടെ ട്രെയിലർ പുറത്ത്. ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന സിനിമ ഏപ്രിൽ 10-നാണ് തിയേറ്ററുകളിലെത്തുക. തമിഴ് സംവിധായകൻ ഗൗതം വാസുദേവൻ മേനോനും ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ, ബാബു ആന്റണി, ഹക്കീം ഷാജഹാൻ, ഭാമ അരുൺ തുടങ്ങിയവരും ചിത്രത്തിൽ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. നയൻതാര, മാധവൻ, മീര ജാസ്മിൻ, സിദ്ധാർത്ഥ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ചിത്രം ദ ടെസ്റ്റിന്റെ ട്രെയിലർ പുറത്തുവിട്ടു. വൈനോട്ട് പ്രൊഡക്ഷൻ മേധാവി ശശികാന്ത് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ദ ടെസ്റ്റ്. ഏപ്രിൽ 4-ന് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യും. ഇമോഷണൽ ത്രില്ലറായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. നെറ്റ്ഫ്ലിക്സിൽ തരംഗമായി അഡോളസൻസ് വെബ് സീരീസ്. 4 ഭാഗങ്ങളുള്ള ഈ സീരീസ് നെറ്റ്ഫ്ലിക്സ് ടോപ്പ് ഷോയിൽ ഒന്നാമതാണ്. ഒരു കൗമാരക്കാരൻ ഉൾപ്പെടുന്ന കൊലപാതകത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം പ്രമേയമാക്കിയ സൈക്കോളജിക്കൽ ത്രില്ലറാണ് അഡോളസൻസ്. ഫിലിപ്പ് ബാരന്റിനാണ് സംവിധായകൻ. തനിക്ക് നിരന്തരമായി വരുന്ന വധഭീഷണികളിൽ പ്രതികരിച്ച ബോളിവുഡ് താരം സൽമാൻ ഖാൻ. തന്റെ ജീവിതം ദൈവത്തിന്റെ കയ്യിലാണെന്ന പ്രതികരണമാണ് സൽമാൻ നൽകിയത്. വരാനിരിക്കുന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെയുണ്ടായ ചോദ്യത്തിനായിരുന്നു മറുപടി.
IPL ഇന്ന് ഹൈദരാബാദ് ലക്നൌ പോരാട്ടം. വിജയ തുടർച്ച ലക്ഷ്യമിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. മത്സരം രാത്രി 7:30 ഹൈദരാബാദിൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ രണ്ടാം മത്സരത്തിലും രാജസ്ഥാൻ റോയൽസിന് തോൽവി. ഗുവാഹത്തിയിൽ രാജസ്ഥാന്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ 8 വിക്കറ്റ് വിജയമാണ് കൊൽക്കത്ത നേടിയത്. രാജസ്ഥാൻ ഉയർത്തിയ 152 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 2 വിക്കറ്റ് നഷ്ടത്തിൽ 17.3 ഓവറിൽ വിജയലക്ഷ്യത്തിലെത്തി. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന സ്പോർട്സ് അക്കാദമികളിലേക്ക് 2025-26 വർഷത്തേക്കുള്ള കായിക താരങ്ങളുടെ കോഴിക്കോട് ജില്ലാ സെലക്ഷൻ ട്രയൽസ് നടത്തും. ഈസ്റ്റ് ഹിൽ ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗ്രൗണ്ടിൽ ഏപ്രിൽ 4-നാണ് ട്രയൽസ് നടത്തുക. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയുമാണ് വർധനവുണ്ടായത്. ഇന്നലെ ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയും കൂടിയിരുന്നു. രാജ്യാന്തര വിലയുടെ തിരിച്ചുകയറ്റത്തിന്റെ ചുവട് പിടിച്ചാണ് കേരളത്തിലും വിലക്കയറ്റം. ഹോണ്ട അമേസ് കാറിന്റെ റിയർവ്യൂ ക്യാമറ കാഴ്ച മറഞ്ഞ് ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നാരോപിച്ച് തൃശൂർ പഴയന്നൂർ സ്വദേശി ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. തൃശൂർ ഉപഭോക്തൃ കോടതിയുടേതാണ് വിധി. നഷ്ടപരിഹാരമായി 25,000 രൂപ നൽകണമെന്നും ചിലവിലേക്ക് 10,000 രൂപ നൽകണമെന്നും വിധിയിൽ പറയുന്നു. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തൊട്ടിൽ അപകടത്തിൽപ്പെട്ട് മരിച്ച തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. തിരുവനന്തപുരം നഗരസഭയും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി ഒരുക്കി നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. കോഴിക്കോട് ഫറൂഖിൽ ഇരുവൃക്കകളും തകരാറിലായ അഭിനന്ദിന് ചികിത്സാ സഹായം കൈമാറി. ജില്ലയിലെ വുഡ് ക്രാഫ്റ്റ് ഓണേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ ഓഫ് കേരളയാണ് സഹായം കൈമാറിയത്. പ്രസിഡന്റ് യൂസഫ് പുന്നത്തിൽ അഭിനന്ദിന്റെ പിതാവിന്റെ വീട്ടിലെത്തി സഹായം കൈമാറി. കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. ക്ഷേത്രത്തിലെ പ്രധാന അവകാശികളിൽപ്പെട്ട പട്ടാര്യ സമുദായമാണ് കാഴ്ചക്കുല സമർപ്പിച്ചത്. ഭരണിനാളിൽ വെളുപ്പിന് ക്ഷേത്രത്തിലെ വടക്കേ നടയിൽ വെന്നിക്കുടി ഉയർത്തുന്നതും പടിഞ്ഞാറേ നടയിലും വടക്കേ നടയിലും പുഷ്പാണ്ഡബലി നടത്തുന്നതും പട്ടാര്യ സമുദായമാണ്. സമുദായം പ്രസിഡന്റ് സജീവ്, ജോയിന്റ് സെക്രട്ടറി രാഹുൽ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. തൃശൂർ കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായുള്ള മരുന്നെല്ല് സമർപ്പണം നടന്നു. കാളിദാരക യുദ്ധത്തിൽ മുറിവേറ്റ ദേവിക്കായി അശ്വതി പൂജയ്ക്ക് ശേഷം വിശേഷാൽ പൂജയ്ക്ക് നിവേദിക്കുന്ന പായസത്തിനായാണ് വരിയരി ഉപയോഗിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂരിൽ കൊടുങ്ങല്ലൂരിൽ ലഹരിക്കെതിരെ സ്നേഹജ്വാല സംഘടിപ്പിച്ചു. പുല്ലൂറ്റ് ചുറ്റുവട്ടം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാരായണമംഗലം ജംഗ്ഷനിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിചേരാൻ പരിപാടിയിൽ പ്രതിജ്ഞയെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MS പത്മരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാവറട്ടിയിൽ പച്ചമുളക് വിളവെടുപ്പിന് തുടക്കമായി. പാവറട്ടി വിളക്കാട്ടുംപാടം ദേവസൂര്യയിൽ വനിതാവേദി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ജൈവ കൃഷി ചെയ്തു വരുന്നത്. പച്ചമുളക്, മരച്ചീനി എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. വിളവെടുപ്പ് ഗുരുവായൂർ സഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരിങ്ങോട്ടുകര താന്യം പഞ്ചായത്തിൽ കവി കുഞ്ഞുണ്ണി മാസ്റ്റർ അനുസ്മരണ ദിനാചരണം സംഘടിപ്പിച്ചു. ചൈതന്യ അംഗൻവാടിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ, അംഗൻവാടി വർക്കർ അഞ്ജു KB, ഹെൽപ്പർ ഗീത, സുനിത രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ ടൗൺ കമ്മിറ്റിയുടെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി റമദാൻ കിറ്റ് വിതരണം നടത്തി. MSS കൊടുങ്ങല്ലൂർ ടൗൺ കമ്മിറ്റി പ്രസിഡന്റും ദേശീയാധ്യാപക അവാർഡ് ജേതാവുമായ PA സീതി മാസ്റ്റർ അധ്യക്ഷത വഹിച്ച പരിപാടി ഡോക്ടർ സുലേഖ കൊമ്പനെഴുത്ത് ഉദ്ഘാടനം ചെയ്തു. വിവിധ തുറകളിൽ സാമൂഹ്യ പരിഷ്കരണം ഉദ്ദേശിച്ച് MSS നടത്തുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ സമൂഹത്തിനും മാതൃകയാണെന്ന് സുലേഖ കൊമ്പനെഴുത്ത് പറഞ്ഞു. തൃശൂർ മറ്റം സെന്റ് മേരീസ് സ്കൂളിൽ ജീവജാലങ്ങൾക്കായുള്ള സൗജന്യ ഭോജന കിറ്റുകളുടെ വിതരണോദ്ഘാടനം നടന്നു. സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകൻ സ്റ്റൈജുവാണ് കിറ്റുകൾ നൽകുന്നത്. പ്രധാന അധ്യാപിക സിസ്റ്റർ അഞ്ജലി വിദ്യാർത്ഥികൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം എടക്കഴിയൂരിലെ പ്രവാസികളുടെ കൂട്ടായ്മ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ദുബായ് അൽ ഖുസൈസിൽ നടന്ന സംഗമത്തിൽ എനോറ കൂട്ടായ്മയുടെ മെമ്പർഷിപ്പ് പ്രിവിലേജ് കാർഡ് വിതരണോദ്ഘാടനം പ്രസിഡന്റ് ഷാജി M അലി നിർവഹിച്ചു. പാലക്കാട് ആനക്കര
ചിറയിൽ കൗരിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വിപുലമായി ആഘോഷിച്ചു. രാവിലെ നട തുറക്കൽ, ഗണപതി ഹോമം, ഉഷപൂജ എന്നിവയും നടന്നു. ഫ്രണ്ട്സ് പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളാളൂർ നാടൻ കലാസമിതി അവതരിപ്പിച്ച തിറയാട്ടവും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. മലപ്പുറം വളാഞ്ചേരി നഗരസഭയുടെ 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ദൂരരഹിത ഭവനരഹിതർക്ക് സ്ഥലം വാങ്ങുന്നതിന് 3 കോടി, സ്മാർട്ട് അംഗനവാടികൾക്കായി 1 കോടി രൂപ എന്നിവ വകയിരുത്തിയാണ് ബജറ്റ് അവതരണം നടന്നത്. നഗരസഭ ഉപാധ്യക്ഷ റംല മുഹമ്മദാണ് ബജറ്റ് അവതരിപ്പിച്ചത്. തിരുവനന്തപുരം നേമം ബ്ലോക്ക് പഞ്ചായത്തിൽ 2024-25 വർഷത്തെ മൃഗങ്ങൾക്കുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് SK പ്രീജ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ തന്നെ ഇത് ആദ്യമായാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മൃഗങ്ങൾക്കുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ വാങ്ങി 7 പഞ്ചായത്തുകളിലെ മൃഗാശുപത്രികൾ വഴി വിതരണം ചെയ്യുന്നത്. വാർത്തകളുടെ അവസാനിക്കുന്നു. നമസ്കാരം.